മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള അതാദ്യം തടയാൻ ശ്രമിച്ചു, പിന്നീട് വിമർശിക്കാൻ ശ്രമിച്ചു. ഏറ്റവും അവസാനം അത് നടന്നപ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് ഓരോ ദിവസവും അങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനൊരു മാറ്റം സംഭവിക്കുന്നു? ഒരു 10-15 വർഷം മുൻപായിരുന്നെങ്കിൽ ഇതവിടെ നടക്കുക പോലും ഇല്ലാതിരുന്നു. ഇപ്പോൾ നടക്കുന്നു, ജനങ്ങൾ ഒഴുകിയെത്തുന്നു. ഈ മാറ്റം എങ്ങനെ ഉണ്ടായി? ഭാരതത്തിൻ്റെ ഭാഗമാണല്ലോ കേരളം. ഭാരതത്തിലുണ്ടാകുന്ന മാറ്റം കേരളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വേണം കാണാൻ. ധാരാളം ആൾക്കാർ ഇത് കേരളമാണ്, ഇവിടെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സാധ്യമല്ല എന്ന് ഇന്നലെയും മിനിയാന്നൊക്കെ ഘോരഘോരം പ്രസംഗിച്ച ആളുകളുള്ള സ്ഥലമാണ് കേരളം. പക്ഷെ കേരളം മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. മാറി ചിന്തിച്ചൊരു വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആനന്ദവനം സ്വാമികൾ, അത് മഹാമണ്ഡലേശ്വർ എന്ന ഒരു വലിയ സന്യാസി സമൂഹത്തിൻ്റെ ആളാണ്. അതിൽ തന്നെ പെട്ട ഒരു അഖാഡയിലെ ഒരു പ്രധാന വ്യക്തിയായിട്ട് അദ്ദേഹത്തിനെ അവർ കൊണ്ടുവന്നു. ഒരു ഹൈന്ദവ വിരുദ്ധ, ദേശവിരുദ്ധം എന്ന് പറഞ്ഞപ്പോൾ തെറ്റില്ല, അങ്ങനത്തെ ഒരു പ്രത്യേക വിഭാഗത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് ഭാരതീയ ഇതിനെ സർവത്തിനെയും എതിർത്തുകൊണ്ട് വളർന്നു വന്നൊരു വ്യക്തി. പെട്ടെന്ന് വന്നൊരു മാറ്റം. ആ മാറ്റം പണ്ട് നക്സലൈറ്റുകളൊക്കെ പല ആൾക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയി പിന്നെ അവർ സായിബാബ ഭക്തന്മാരായിട്ട് പുറത്തു വന്നതുപോലെയാണ്. അതിലും ഭയങ്കര. കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയി, ഈ പ്രാവശ്യമല്ല മുമ്പ്. അല്ല, ഇതിപ്പോൾ ഒരു വ്യക്തിയല്ല മാറിയത്, ഒരു ജനസമൂഹത്തെ മുഴുവൻ. അതെ, അതിൽ മാറ്റം. അദ്ദേഹം അതിൽ പോയി സന്യാസിയായി, അതും ഏറ്റവും പ്രധാനപ്പെട്ട അഖാഡയിൽ അദ്ദേഹം നിരഞ്ജൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഖാഡ. അതിൽ കൂടി വന്ന് ആനന്ദവന സ്വാമികളെ അവർ ദക്ഷിണേന്ത്യയുടെ കാര്യം മുഴുവൻ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ആ കാര്യം ചിന്തയ്ക്ക് മാറ്റമില്ല, നടത്തത്തിന് മാറ്റമില്ല, ഇതിലൊന്നിനുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് കേരളീയനായ തൃശ്ശൂർകാരനായ അദ്ദേഹം കേരളത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹ സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ സമൂഹം തയ്യാറായി. അപ്പം എവിടെ വേണം നോക്കിയ സമയത്ത് കണ്ടെത്തിയ സ്ഥലം ഭാരതപ്പുഴയാണ്. നവാമുകുന്ദ ക്ഷേത്രമുണ്ട്. പൂർവികരെ മുഴുവൻ അവിടെയാണ്. വടക്കൻ മലബാർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, ഇത്തരം സ്ഥലങ്ങളിലെ ആൾക്കാർ മരണശേഷം അസ്ഥി ഒഴുക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലമാണ്, മോക്ഷപ്രദമാണ് ആ പ്രദേശം എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷം മുമ്പ്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ പരിപാടികൾ ആ തീരത്ത് നടന്നിട്ടുണ്ട്. മാഘോത്സവം എന്നുള്ള പേരിൽ അന്ന് പലതും ഉണ്ടായിരുന്നു, കളരി, അങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ. ഈ പുണ്യനദി, നിളാ നദിയുടെ തീരത്താണ് ഈ പരിപാടി അദ്ദേഹം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ക്ഷേത്രമുണ്ട്, ഈ പിന്നെ നദിയുണ്ട്, മണൽപ്പരപ്പുണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അത് മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. മണലൊക്കെ എടുത്ത് നശിപ്പിക്കാൻ മുമ്പ് മറ്റുള്ളവർ ചെയ്തതാണ്. ഭാരതപ്പുഴ ഒഴുകി വരുന്ന അവിടെ നിന്ന് തുടങ്ങുന്ന രഥയാത്ര, ആ രഥയാത്രയും തീരുമാനിച്ചു. ജനങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് അതിലുണ്ടായിരുന്നത്. ഇതിൽ ഏത് വിഭാഗം ഹിന്ദുക്കളാണ് പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. നായർ പങ്കെടുക്കണോ, ഇഴവൻ പങ്കെടുക്കണോ, പട്ടികജാതിക്കാരൻ പങ്കെടുക്കണോ, പറയൻ പങ്കെടുക്കണോ, പൊലയൻ പങ്കെടുക്കണോ, ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്ന ആൾക്കാർ ഏത് മതത്തിലായാലും ജാതിയിലാണെങ്കിലും അതോടൊപ്പം തന്നെ ലിംഗത്തിലാണെങ്കിലും ഏതാണെങ്കിലും എല്ലാവർക്കും പുണ്യസ്നാനം നടത്താം, മോക്ഷത്തിന് വേണ്ടി അവിടെ ക്രിയകൾ ചെയ്യാം, അവിടെ ദീപത്തെ ജ്വലിപ്പിക്കാം. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആദ്യം അതിന് എതിർപ്പുണ്ടായി. ഒരു പാലം കെട്ടുന്ന പ്രശ്നം വരുന്ന സമയത്ത് നോട്ടീസ് കൊടുത്തു, സ്റ്റേ ഓർഡർ കൊടുത്തു. പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് മാത്രമല്ലല്ലോ അതിലുണ്ടായി, അതിൻ്റെ പിന്നിൽ വേറെ പലരും ഉണ്ടാവും. ആ അടുത്ത പ്രദേശമാണല്ലോ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മാരകം പോലും പണയാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലം. ആ തൊട്ടടുത്ത സ്ഥലമാണ്. തിരുനാവായിൽ നിന്ന് വളരെയൊന്നും ദൂരമല്ല തിരൂരിലേക്ക്. അപ്പം അങ്ങനത്തെ ഒരു പ്രദേശത്ത്, ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രദേശത്ത്, ആ പ്രദേശത്തെ
ജനങ്ങളെ മാത്രമല്ല, ജില്ലയിലെ ജനങ്ങളെ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ആൾക്കാരെയും മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ആൾക്കാരെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടങ്ങിയ ദിവസം വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ പങ്കെടുത്ത് 2 ലക്ഷം വൻ തിരക്ക്. പുഴയിൽ കുളിക്കാൻ വേണ്ടി ആൾക്കാർ. ഇങ്ങനത്തെ ഒരു വലിയ മാമാങ്കം നടന്ന സ്ഥലത്ത് ഇപ്പം മാഘമാസ വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. കുംഭമേള പോലെ തന്നെ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ. ആ നിലയിലേക്ക് കേരളം മാറി എന്നുള്ളതാണ് വേണ്ടത് മനസ്സിലാക്കാൻ. രാഷ്ട്രീയക്കാരൊരു അഭിപ്രായം പറഞ്ഞില്ല. അതേ സമയത്ത് ബസ്സുകൾ ധാരാളം വിടാൻ, അതിൽ ലാഭം കണക്കാക്കിയിട്ടായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. പല ഭാഗത്തുനിന്നും ബസ്സുകൾ വിടാൻ നിശ്ചയിച്ചു. കേന്ദ്രം 2 ട്രെയിൻ വാരാണസിയിൽ നിന്ന് വന്ന് വേറെ ഏതോ ഒരു പ്രദേശത്ത് നിന്ന് അങ്ങനെ 2 ട്രെയിൻ വിടാൻ വേണ്ടി കേന്ദ്രം നിശ്ചയിച്ചു. ഭരണം കൊടുത്തതിന്റെ ഫലമായി. അല്ല, അതല്ല ഈ ജനക്കൂട്ടത്തെ കണ്ടാണോ ഈ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു ജനക്കൂട്ടം ഒഴുകി? അത് വന്നതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. ഇത്തും എന്നുള്ള ഒരു കണ്ടെത്തലിൽ നിന്നുണ്ട്. കാരണം ഇതിനൊക്കെ ഇന്റലിജൻസ് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടാകില്ല എവിടെ നിന്നൊക്കെ പോകുന്നുള്ളൂ. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആദ്യത്തെ ദിവസം മുതൽ തന്നെ അവിടെ സേവനത്തിന് പോയ ആൾക്കാരുണ്ട്. നമ്മളെ ഹിന്ദു ധർമ്മ പരിഷത്തിൽ പ്രവർത്തിക്കുന്ന ചില സ്ത്രീകൾ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ നേരത്തെ തന്നെ പോയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ സേവാ പ്രവർത്തനത്തിന് വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് പല പ്രവർത്തനങ്ങൾക്ക്. കുംഭമേള നടക്കുന്ന സമയത്ത് അവിടെ ചെയ്തതുപോലെ തന്നെ അവിടെ വിവിധ സംഘടനകൾ പോയിരുന്നു. ഇവിടെയും ഇതേപോലെ തന്നെ വിവിധ സംഘടനകൾ പോയിട്ടുണ്ട്. സന്യാസി മഠങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് പല ഭാഗത്തുനിന്നും. അപ്പം ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി. കാരണം കേരളത്തിൽ എതിർപ്പുണ്ടാവും എന്നുള്ള ഏകദേശം ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വരുന്നവൻ്റെ മനസ്സിൽ ഇതിനെ അതിജീവിക്കാൻ എന്നുള്ള ചിന്ത ഉണ്ടാകണം. അപ്പം അതിജീവിക്കാൻ തയ്യാറായിക്കൊണ്ട് ഏത് ജോലിയും ചെയ്യാം, ഏത് കഷ്ടപ്പാടും സഹിക്കാം, അത് ഏത് കഷ്ടപ്പാടാണെങ്കിലും ശരി സഹിക്കാം എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. മറ്റുള്ള സ്ഥലത്ത് പോയ സമയം അവിടെ എതിർപ്പില്ല. നമ്മൾ ഈ അവിടുത്തെ കാലാവസ്ഥയെയും പണ്ട് ഈ വിശ്വാസത്തെ പുറത്തു പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ഹിന്ദുക്കൾക്ക്. അതിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പം എതിർക്കുന്നവർ പോലും പൂജ നടത്താനും അമ്പലത്തിൽ പോകാനും പൊട്ട് തൊടാനും ഒക്കെ തുടങ്ങിയില്ലേ? പണ്ട് ഒരു ചുവന്ന പൊട്ട് തൊട്ടാൽ ബാക്കിയുള്ള പൊട്ട് പിന്നെ ആൾക്കാർ തൊടും. അതിനെപ്പറ്റിയിരുന്ന സംഗീക്കുട്ടിയെന്ന് പറയും. അങ്ങനെയായിരുന്നു. ഇപ്പം അതല്ലാതെ മാറിയില്ലേ അതെല്ലാം. അപ്പം ഈ സ്ഥിതി മാറിയിട്ടുണ്ട്. അതാണ് വേണ്ടത് ശരിക്കും. ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിൽ ശരി, ഞാൻ ഹിന്ദുവാണെന്ന് പറയാനും ഞാൻ ഈ നാടിൻ്റെ പുത്രനാണ് പറയാനും സ്വാഭിമാനം വീണ്ടെടുക്കണം. രാഷ്ട്രീയം ഏതെങ്കിലും ആകട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരാകട്ടെ, പക്ഷേ അവർക്ക് ഞാൻ ഹിന്ദുവാണെന്നുള്ള ബോധം. ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നു ചേർന്ന പേരാണല്ലോ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ. ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് സുരേഷ് ഗോപി ഒഴികെ ഒരു രാഷ്ട്രീയക്കാരും ആ പാലം കടന്ന് പോയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? അത് അതിനെതിർക്കാൻ ഇങ്ങനത്തെ വരാൻ പാടില്ല എന്നുള്ള ചിന്തിക്കുന്ന ഹിന്ദു രാഷ്ട്രീയക്കാരുണ്ട്. അതെല്ലാം പണ്ട് പിന്നെ പറയാറ് സാധാരണ ഹിന്ദു മഹാമണ്ഡലമൊക്കെ രൂപീകരിച്ച പൊളിച്ചതാരാ? അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേരിട്ടിട്ടാണ് അത് പൊളിച്ചത്. നേരിട്ടിടപെട്ടിട്ടാണ് ആ കാലത്ത്. അതേപോലെ തന്നെ ഹിന്ദുക്കൾ ഒന്നുകൂടി കഴിഞ്ഞാൽ സ്വാർത്ഥ താല്പര്യം കൈമുതലുള്ള രാഷ്ട്രീയക്കാർക്ക് അവർക്ക് പലതും നടത്താൻ സാധിക്കില്ല. അപ്പം ഈ ചിന്തയൊക്കെ ഇപ്പം വന്നിരിക്കുന്നത് എപ്പോഴാണ്? 2014 ശേഷമാണ് ഈ മാറ്റം പല സ്ഥലത്തും ഉണ്ടായതും ഉൾക്കൊള്ളാൻ കേരളവും തയ്യാറാകുന്നതെന്നുള്ളത് ഓർക്കണം നമ്മൾ. അപ്പോൾ തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റം വന്നു. ഒരു ഹിന്ദുത്വ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ കോർപ്പറേഷൻ ഭരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നില്ലേ? ജനങ്ങൾ തിരഞ്ഞെടുത്തില്ലേ അവരെ? അവരിൽ നിന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നു ജനങ്ങൾ അവരിൽ കൂടിയിട്ട്. ഇത് പല ഭാഗത്തും ഉണ്ടാകാമല്ലോ. ഇനിയും ജനങ്ങളുടെ ചിന്തയ്ക്ക് മാറ്റം വരണം. ഇതേ സമയത്ത് നമ്മൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടന്ന വേറൊരു സ്ഥലങ്ങൾ, ചെറിയ സ്ഥലമാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വിഴിഞ്ഞം. കഴിഞ്ഞ പ്രാവശ്യം 300 വോട്ട് കിട്ടി, ഹിന്ദുത്വ ആശയം ഉൾക്കൊള്ളുന്ന പാർട്ടിക്ക് 300 വോട്ട് കിട്ടിയ സ്ഥലത്ത് പ്രാവശ്യം 2000 വോട്ടാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. മാറ്റം വന്നില്ലേ? അപ്പം ഈ വിധത്തിൽ
പലപ്പോഴും പറയാം ക്രിസ്ത്യാനി അങ്ങനെയാക്കി, ക്രിസ്ത്യാനിയുടെ കൂടെ ഇതൊക്കെ പറയാം. പക്ഷെ ക്രിസ്ത്യാനിക്കാണെങ്കിലും ദേശീയ മനോഭാവം വന്നു. ആ മനോഭാവമാണ് വരേണ്ടതല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഇതോടുകൂടി തന്നെ ഇസ്ലാമികളിലെ ദേശീയ ചിന്തകളിലെ ആൾക്കാരും ക്രിസ്ത്യാനികളൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. ഈ രാഷ്ട്രം ഉയർന്നു വരണം, നാട് ഉയർന്നു വരണം, കേരളം ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ്, കേരളവും ഉയരേണ്ടതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റം കേരളത്തിലുണ്ടാവുന്നത് ഉറപ്പാണ്. ഈ പരിപാടികളിൽ കൂടിയിട്ട് അതാണ് ചിന്തിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.